ഇന്ന് എൻ്റെ ചെന്നൈയിലെ ലാസ്റ്റ് ഔട്ടിങ്ങാണ്. കുറേ നാളായിട്ട് മഹാബലിപുരത്ത് പോകണമെന്ന് ആഗ്രഹിക്കുക, നടക്കുന്നേ ഇല്ല. പിന്നെ എന്തായാലും പോയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഫ്രണ്ട്സ് കൂടെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നു. പിന്നെ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് പോയി ATM പൈസയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കേളമ്പക്കത്തോട്ടുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ബസ്സൊക്കെ കിട്ടി, ഞങ്ങളെല്ലാം കയറി. ഒരു 1 hour ട്രാവലുണ്ടായിരുന്നു കേളമ്പക്കത്തോട്ട് ഞങ്ങളുടെ സ്ഥലത്തു നിന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേളമ്പക്കത്ത് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ മഹാബലിപുരത്തോട്ട് വേറൊരു ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആ ബസ്സിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അവിടോട്ട് പോകാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. അവിടേക്കാണെങ്കിൽ പറയുന്നുണ്ട് സീറ്റ് കിട്ടത്തില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഞങ്ങളെങ്ങനെയൊക്കെയോ ചാടിക്കയറി. ഞങ്ങൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. ഒരാളിരിക്കുമ്പം ഒരാളെനിക്ക് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇരിക്കും. അപ്പോൾ ഞങ്ങൾ കയറി ഉടനെ ഒരു ചേച്ചി അവിടെ മുല്ലപ്പൂ കോർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ, മറിയം എന്നാ പേര്, ആളത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ ആ മുല്ലപ്പൂ എടുത്ത് തലയിലൊക്കെ വെച്ച് കൊടുത്ത്. അതിനിടയ്ക്ക് സ്ഥിരം ആൾക്കുലത്ത് പരിപാടികളായിരുന്നു. ചുമ്മാ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എല്ലാവരും ചിരിപ്പിച്ചു. അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ ടിക്കറ്റ് ഫെയറിൻ്റെ ചുമ്മാ 31 rupees ആയിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് മഹാബലിപുരത്തോട്ട്. അതൊക്കെ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ എല്ലാവരുടെ എക്സ്പ്രഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മെയിൻ കലാപരിപാടി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബസ്സാണ് വന്നാണ് എന്നെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഞാൻ AC പോയിട്ട് ഒരു അടുത്ത കാറ്റ് പോലെ മറിയത്തിന് ഒരു ചേച്ചി മുല്ലപ്പൂ കോർക്കുന്നുണ്ട്. വായ മുളിച്ച് വെള്ളം ഇറക്കിയിട്ടുണ്ട്. പുള്ളിക്കാരത്തി കൊടുത്ത മുല്ലപ്പാണത്. പുള്ളിക്കാരുടെ കച്ചിനെ അടുത്ത് നമ്മൾ നോക്കാൻ പോയി, ഇങ്ങനെ വല്ല ഓസിന് കിട്ടും. അപ്പോൾ വൈഷ്ണവിയുടെ സീറ്റ് ഞാൻ അപഹരിച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി മഹാബലിപുരത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഏത് വഴി പോകണമെന്നുള്ള ഡൗട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആൾക്കാരോടൊക്കെ ചോദിച്ച് ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മഹാബലിപുരം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങുകയാണ്. ഇവിടെ ചുറ്റിക്കാണാൻ വേണ്ടി നിറയെ സ്ഥലങ്ങളുണ്ട്. കുറേ ടെമ്പിളുകളും എല്ലാം എന്ന് പറയുന്ന എന്താ പറയുക, കല്ലിൽ കൊത്തിവെച്ച കുറേ ശില്പങ്ങളും, അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മഹാബലിപുരം എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യണം. ഇവിടുത്തെ പ്ലേസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയണം. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, നല്ലൊരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഐഷയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഐഷക്ക് വയ്യ ആണ്, എന്നാലും നമ്മൾ ഐഷാനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതേക്ക് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇതൊരു പാറയിൽ പല പല ശില്പങ്ങൾ കൊത്തിവെച്ച് ഇത്രയും ഭംഗിയാക്കി വെച്ചേക്കുന്നത്. ഇതിൽ ഓരോ ശില്പങ്ങളിലും ഓരോ ഹിസ്റ്ററി ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് അവിടെ ഉള്ളൊരു പുള്ളി ഇങ്ങനെ അവിടെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സൊക്കെ വിൽക്കുന്നൊരു പുള്ളി ഇങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇനിയുണ്ട് കുറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാറയൊക്കെ ഇങ്ങനെ കുത്തി വെച്ച കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും. വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഗൈസ്, അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് വേറെ ഇനിയും കാണാനുള്ളത് ഗൈസ്. ഇവിടെ എല്ലാം ആനയുടെയും പല പല ശില്പങ്ങളും ഒക്കെ കൊത്തി വെച്ചേക്കുന്നു. ഇവിടെ എല്ലാം കടകളും കാര്യങ്ങളും ഒക്കെയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ കൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനെ ഈ പാറയിൽ ഓരോന്ന് കുത്തി വെച്ചേക്കുന്നതൊക്കെ, അതാണ് ഈ ബാക്കിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നോക്ക്, ഇവിടെ ഈ പാറയൊക്കെ ഒരു ചെറിയ പോയിന്റിൽ അടി വെച്ചേക്കുന്ന ആ പാറ, ഇതാണ് നിൽക്കുന്ന കല്ലെന്ന് പറയുന്ന. അങ്ങനെ നമ്മൾ എയറിൽ നിൽക്കുന്ന കല്ലിൽ കണ്ടോട് പോവുകയാണ്. ഇതാണ് എൻ്റെ ബാക്കിൽ ഇപ്പോൾ കാണുന്ന എയറിൽ നിൽക്കുന്ന കല്ല്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കണമെന്ന് അറിയാൻ നേരെ പോയി കയറി ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ അമ്മ മനസ്സിൽ വിട്ട് ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ ടിക്കറ്റ് എടുക്കുകയാണ്. ഗൈസ്, ഇതാണ് ടിക്കറ്റ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കയറാൻ വേണ്ടി തുടങ്ങുകയാണ്.
അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് ഗണേശ രത്തിയും ഇങ്ങോട്ട് ഒരു കേവിലോട്ടും പിന്നെ ഇവിടെ കൃഷ്ണ ബട്ടർ ബോളിലോട്ടാണ് പോകുന്നത്. കാരണം ഇങ്ങനെ എന്താ പറയുന്നത്, പറയത്തില്ലേ, ഒരു ഇതുമില്ലാതെ നിൽക്കുന്നൊരു ഇതാണ് ഇത്, എന്ത് പറയുന്നത്, റോക്കാണ് ഇവിടെ നിൽക്കുന്നത്. വേറെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, ഏറെ നിൽക്കുന്നൊരു ബോളെന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് വയറിലൊക്കെ ആയത് ഇവിടാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കേവ് ടെമ്പിളിലോട്ട് പോവുകയാണ്. നമ്മുടെ ഒപ്പം ഉള്ളത് ഇവരാണ് ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ ടെമ്പിളിനുള്ളിലോട്ട് പോവുകയാണ്. നോക്കാം, ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. ആൻഡ് ഇതാണ് നോങ്ക്. അയ്യോ, ഇതാണോ കേവ് ടെമ്പിള്? ആഹാ ഗൈസ്, ഇതാണ്. ഞങ്ങൾ വിചാരിച്ച് പാറ മാത്രമേ ഉള്ളൂ. ഇവിടെ ശിവലിംഗമൊക്കെ ഉണ്ട്. പിന്നെ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന സാധനം എന്ന് പറയുന്നത് ഇങ്ങനെ കല്ലിൽ കൊത്തി വെച്ചേക്കുന്നതാണ്. ഇപ്പം തന്നെ ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ എന്താ പറയുന്നേ, ഒരു ഈവനിങ് വോക്കിനൊക്കെ നല്ല. എടി ഇവിടെ ഇതുണ്ടടി, ഞാവൽപ്പഴം. ഇത് കണ്ടോ, ഞാവൽപ്പഴം കിടക്കുന്നേ. ഗൈസ് ഇവിടെ ടൂറിസ്റ്റുകൾക്കൊക്കെ കാണിച്ചു കൊടുത്ത് അവരോട് ഓരോന്ന് പറഞ്ഞൊക്കെ കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ വന്നിരുന്ന വലിയ വെയിലും ഉള്ളത്തില്ലെന്ന് തോന്നല്ലേ ഗൈസ്. ഈ കേവിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ എല്ലാം നമുക്ക് പോകാൻ പറ്റും. പിടിച്ച പെണ്ണുങ്ങൾ അതിൽ കൂടെ ഊർന്നിറങ്ങുന്നു കുണ്ടി വെച്ചിട്ട്. എന്ത് പ്രാന്താന്നാ മനസ്സിലാവാത്തത്. ഗൈസ് ഇപ്പം നമ്മൾ ഇവിടോട്ടായിരുന്നു പോയത്. ഇവിടെയാണ് കേവ് ടെമ്പിൾ. ഇപ്പം നമ്മൾ എവിടാണ്? ഇതാണ് നമ്മുടെ ഏറി നിൽക്കുന്ന പാറക്കല്ല്. പാറക്കല്ലല്ല, ഒരു സ്റ്റോൺ, ഒരു വലിയൊരു പാറക്കഷ്ണം. ഇതൊക്കെ ഭയങ്കര വൈറലൊക്കെ ആയിരുന്നു ഇടയിൽ. ഇതിൻ്റെ മുകളിലൊന്നെങ്ങാണ് വീണായി. ഈശോയെ, തീർന്നു. അങ്ങനെ ഞങ്ങൾ മഹാബലിപുരം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ ഗൈസ്, അപ്പൊ ഞങ്ങൾ പാറപ്പുറത്താണ് ഗൈസ്. പാറപ്പുറത്ത് നിങ്ങൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട താഴെ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. നമ്മളിപ്പോൾ പാറയുടെ പുറത്തുകൂടി മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റംസി ഇപ്പോഴേ ചെരുപ്പൂരി. അങ്ങനെ അടുത്ത പ്ലേസ് കാണാൻ വേണ്ടി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അത് ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ക്ഷീണിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. എൻ്റെ പിന്നെയും നടക്കാൻ തുടങ്ങി. ഇപ്പം തന്നെ ഈവനിങ് ആയിട്ടുണ്ട്. സൂര്യനൊക്കെ അസ്തമിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ടൈമാണ്. ആ ടൈമിലാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. എല്ലാവരും നിങ്ങൾ ഞങ്ങളുടെ വൈഷ്ണവിയുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ, എല്ലാം ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അതെ വളർന്നു വരുന്ന ഒരു ഗൈസ്. ഞങ്ങൾ ഏതൊക്കെ വഴിയിൽ എങ്ങനെയൊക്കെയാണ് പോകുന്നത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അങ്ങനെ അവിടെയും കുറച്ച് നേരമൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു. എന്നിട്ട് ഞങ്ങൾ നേരെ അടുത്ത പ്ലേസിലോട്ട് പോവുകയാണ്. ഇനി ഇതാണ് ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് പ്ലേസിലോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു പ്ലേസ്, ഈ ഒരു എഡ്ജിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ പാർക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ഒരു വ്യൂ ഒക്കെ കാണാൻ. അങ്ങനെ നമ്മൾ അടുത്ത ടെമ്പിളിലോട്ട് വന്നിട്ടുണ്ട്.
എന്നാ എടി തോണ്ടടി അവിടെ തോണ്ട് ഇത് കണ്ടാ അതാ കണ്ടോ ഇവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരികയാണ്. നമ്മൾ ഈ ടൈമിൽ ഇവിടെ നിൽക്കുന്നേ ഉള്ളു. അപ്പം ഇതെൻ്റെ ചെന്നൈയിലെ ഏകദേശം എന്താ പറയുന്നത് ലാസ്റ്റ് ഞായറാഴ്ചയാണ്. ഇനി നമ്മൾ കോൺവെക്കേഷനൊക്കെ ഇനി ചെന്നൈയിലോട്ട് വരുത്തും. അതിനിടയ്ക്ക് ഇതൊക്കെ വന്നൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാം. ഞങ്ങൾ അങ്ങനെ അടുത്ത ഇതിലോട്ട് ഓക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാം തന്നെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ഇനി ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ച് ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് അവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ നേരെ നടന്ന് ഇറങ്ങി ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നടന്ന് ഇറങ്ങി വെളിയിൽ വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഞങ്ങളുടെ കൂടെയുള്ളവർ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ബീച്ചിലോട്ട് പോകാൻ തുടങ്ങുക. അങ്ങനെ ബീച്ചിലോട്ടുള്ളവർ ഏകദേശം കണ്ടുപിടിച്ച് ഞങ്ങൾ ആ റൂട്ട് കണ്ടുപിടിച്ച് പോവുകയാണ്. അപ്പോൾ ഓരോരുത്തർ വരുന്നതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഓക്കെ ഇവിടെ കൂടെ പോകണ്ടേ എന്നൊക്കെ കണ്ടുപിടിച്ച് നേരെ പോയി. ഏകദേശം ബീച്ചൊക്കെ എത്താറായി. പോകുന്ന വഴിയിലൊക്കെ കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ ഇങ്ങനെ പല വെറൈറ്റി ഓഫ് ഫുഡ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ നേരെ പോയി. എൻ്റെ പൊന്നു മക്കളെ, ബീച്ച് വന്നിത് ബീച്ചാണോ വേസ്റ്റ് കൊണ്ട് തള്ളുന്നട വന്നതെന്ന് മനസ്സിലാവില്ല. ഈ ചെന്നൈ വന്നിട്ട് ഇത്രയും നാളുകൾക്കുള്ളിൽ ഞാൻ ഇത്രയും വൃത്തികെട്ടൊരു ബീച്ച് കണ്ടിട്ടേ ഇല്ല. തിരിച്ച് പോകാനും വയ്യ, ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയില്ലായിരുന്നു. എങ്ങനെയും ഇവിടുന്ന് ഓടിപ്പോകണമെന്ന് ഓർത്ത് ഇങ്ങനെ എന്ത് പറയുന്ന ആ ഒരു രീതി ഞങ്ങൾ നിൽക്കുന്നത്. എങ്ങനെയും ഒന്ന് പോയാൽ മതി, ഈ ഡേ ഫുള്ള് പോയല്ലോ എന്നൊരു മൈൻഡായിപ്പോയി. അത്രയ്ക്ക് വൃത്തികെട്ട ഇതായിരുന്നു. പിന്നെ കുറേ പേര് കുറേ വൃത്തികെട്ട കുറച്ച് വെള്ളത്തിലേക്ക് കുളിക്കുന്നു. പിന്നെ വേസ്റ്റ് എല്ലാം ഇങ്ങനെ ഇട്ടേക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ പൊന്നേ വയ്യായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കുറച്ച് നേരം അവിടെ കുറച്ച് കല്ലുകളൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ മാത്രം ഇച്ചിരി എന്താ പറയുക വൃത്തിയും അങ്ങനെ സ്മെല്ലും ഒന്നും ഇല്ലാത്തത്. അവിടെ ഒന്ന് ജസ്റ്റ് പോയി കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് വരികയായിരുന്നു ഗൈസും. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് തന്നെ ചായയൊക്കെ കുടിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ആ ഏരിയയിൽ നിന്നില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബസ് കയറി കേളമ്പക്കത്തെത്തി. അവിടെ ഞങ്ങൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. ഗൈസ് അങ്ങനെ ഇന്നത്തെ സൺഡേ ഔട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ ബസ് കയറാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് റിട്ടേൺ ബസ് കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളൊരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു, മാംഗോ ജ്യൂസ് കുടിച്ചു. ഇവർ വേറെ കഴിച്ചു, ഞാൻ മാംഗോ ജ്യൂസ് കുടിച്ചു. ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം.